അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്ര കുത്തുന്നതിന് എന്തർത്ഥമാണ്? ലാലേട്ടന്റെ മകൾക്കെതിരെ, മോഹൻലാലിനെതിരെ, അല്ലെങ്കിൽ പാർവതിക്കെതിരെ, രഞ്ജിനി ഹരിദാസിനെതിരെ ഇവരെ ആന്റി നാഷണൽസ് എന്ന് വിളിക്കരുത്. ഇവർ, അതായത് ഒറ്റ വഴികൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, പാട്രിയോട്ട് ഈസ് എ പേഴ്സൺ who can defend his country against his government. ഒരു യഥാർത്ഥ രാജ്യസ്നേഹി തന്റെ രാജ്യത്തിന് വേണ്ടി ഗവൺമെന്റിനെതിരെ പോരാടുന്നവനാണ് എന്നാണ് പറയാറുള്ളത്. രാഹുൽ ഈശ്വർ, താങ്കൾ ഇന്ത്യയിൽ എവിടെയോ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയോ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു പോസ്റ്റർ കണ്ടിരുന്നു. രാജ്യം മുഴുവൻ ഈ വിദ്യാർത്ഥികളോട് അനുഭാവം പ്രകടിപ്പിച്ച് സമരമാണോ? എന്താണ് മറ്റിടങ്ങളിലൊക്കെ? സംശയമില്ല. ഇപ്പോൾ ഞാൻ പഞ്ചാബിലാണ്. ഇവിടെ പഞ്ചാബിലും ഒരു വലിയ യുവജന പ്രക്ഷോഭം കാണുകയുണ്ടായി. ഞാൻ അവിടെ പോവുകയും ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കേൾക്കണം, ഇൻകുലാബ് സിന്ദാബാദ്, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ് അടക്കം എല്ലാ മുദ്രാവാക്യങ്ങളും, ഇടത് വലത് മധ്യഭേദമന്യുള്ള എല്ലാ മുദ്രാവാക്യങ്ങളും യുവാക്കൾ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് ഭഗത് സിംഗിനെയും മഹാത്മാഗാന്ധിയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അവർ ഫൈറ്റ് ചെയ്യുന്നത്, ആ യുവജനത പോരാടുന്നത് അവരുടെ കൺസേൺസും അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ ബഹുമാനത്തോടെ കാണണം. നേരത്തെ പറയുകയുണ്ടായി ഏതൊക്കെയോ ആന്റി സോഷ്യൽസ് തുറഞ്ഞു കയറി കാണുമെന്ന്. കാണും. പക്ഷേ പോലീസുകാർക്ക് എന്ത് ന്യായീകരണമാണ് പെൺകുട്ടികളുടെ പിൻഭാഗത്ത് തെരഞ്ഞു തല്ലുന്നതിന്? പെൺകുട്ടികളുടെ പിൻഭാഗത്ത് തെരഞ്ഞു തല്ലി പരസ്പരം പോലീസുകാർ നോക്കി ചിരിക്കുകയും പെൺകുട്ടികളുടെ പിൻഭാഗത്ത് ലാത്തി കുത്തിക്കയറ്റുകയും ചെയ്യുന്നതിന്റെ വിഷ്വൽസ് വ്യാപകമായിട്ടുണ്ടല്ലോ. ആന്റി നാഷണൽ സംഘടന നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. പക്ഷേ ഈ പോലീസുകാർക്കെതിരെ ആക്ഷൻ വേണ്ടേ? അവിടെയല്ലേ ഇത് വളരെ ലെജിറ്റിമേറ്റ് ഡിമാൻഡ് ആകുന്നത്. അതായത് പോലീസ് അതിക്രമം ഉണ്ടായി, അതിനെതിരെ നടപടി വേണം. കാര്യം പോലീസുകാരാണ് റെസ്ട്രെയിന്റിന് അല്ലെങ്കിൽ നിയന്ത്രണത്തിന് വേണ്ടി ആത്മനിയന്ത്രണത്തോടെ പെരുമാറേണ്ടത്. പോലീസ് അത് പെരുമാറിയില്ല. രണ്ട്, ഈ CJP അഭിനന്ദിക്കേണ്ട കാര്യം എന്താ അറിയാമോ? എല്ലാ മുഖ്യധാര പാർട്ടികളും വരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. CJP കഴിഞ്ഞ 20 ദിവസം 24 ദിവസമായി, പ്രത്യേകിച്ച് സോനം വാങ്ചുക്കിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ദേശീയ മാധ്യമങ്ങളും ഒരു ശ്രദ്ധ കൊടുത്തില്ല. അവർ ക്ഷമയോടെ പോരാടി ഒരു കോസ് റേസ് ചെയ്ത് കൊണ്ടുവന്നു. പ്രതിപക്ഷ പാർട്ടികൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനല്ലാതെ വേറെ എന്താ വഴി? ഇനിയും ദേശീയ പാർട്ടികളോ അല്ലെങ്കിൽ BJP അടക്കമുള്ള പാർട്ടികൾക്ക് വരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്ന് സംശയമില്ല. കാര്യം ഇവർ റേസ് ചെയ്യുന്ന ഡിമാൻഡ്സ് വളരെ ലെജിറ്റിമേറ്റ് ആണ്. ആ ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം സിസ്റ്റത്തിന് ഒരു ഓവർഹോൾ വേണം. ധർമ്മേന്ദ്ര പ്രധാൻ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. വേറെ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാ? ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ലത് ചെയ്താൽ മന്ത്രിക്ക് അതിന്റെ ഉത്തരവാദിത്വവും ക്രെഡിറ്റും കിട്ടുമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് പരാജയം ഉണ്ടായാൽ ആ മന്ത്രി തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇടത് വലത് ഭേദമന്യേ അതിനേക്കാണ് പോകുന്നത് എന്നൊരു തിരിച്ചറിവിലേക്ക് പോവാണ്. മോദിജി എപ്പം തീരുമാനം എടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇതിൽ നോൺ നെഗോഷ്യബിൾ ആയി തുടരുന്നത് അതുകൊണ്ടാണ്. രണ്ട്, അതിനേക്കാൾ മോശമായിരുന്നു പോലീസ് ആക്ഷൻ. ബ്രൂട്ടലായ പോലീസ് ആക്ഷൻ. എത്ര പെൺകുട്ടികൾ തല്ലുകൊണ്ട് കിടക്കുകയാണ്. ഈ പെൺകുട്ടികൾ തീവ്രവാദികളാണോ? ഇതിനെ പ്രതിരോധിക്കാനായി ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാൻ, ഇസ്ലാമിസ്റ്റ്, എന്തിന് ട്രംപും CAA വരെ ഇൻവോൾവ് ചെയ്തു എന്ന് അഭിലാഷിനും എനിക്കും അറിയാൻ അർണബ് ഗോസ്വാമി അടക്കം ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അമേരിക്കൻ CAAയും ഡീപ് സ്റ്റേറ്റും ഇതിൽ ഇൻവോൾവ് ആണെന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥം? ചുമ്മാ എന്തെങ്കിലും പറയാമെന്നല്ലാതെ. അതുകൊണ്ട് ലെജിറ്റിമേറ്റ് ആയ ഒരു യുവജന പ്രതിഷേധം ഉയർന്നു വരുമ്പോ അതിന് CJPക്കാണ് അഭിനന്ദനം നൽകേണ്ടത്. നമ്മുടെ യുവത്വത്തിനാണ്, സോനം വാങ്ചുക്കിനാണ്, അഭിജിത് ദീപ്കയ്ക്കാണ്. അവരെ സപ്പോർട്ട് ചെയ്യാനല്ലാതെ ഈ രാജ്യത്തിനെ യുവത്വത്തിനും സിനിമാ താരങ്ങൾക്കും കലാകാരന്മാർക്കും അല്ലേ പറ്റൂ. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്ര കുത്തുന്നതിന് എന്തർത്ഥമാണ്? ലാലേട്ടന്റെ മകൾക്കെതിരെ, മോഹൻലാലിനെതിരെ, അല്ലെങ്കിൽ പാർവതിക്കെതിരെ, രഞ്ജിനി ഹരിദാസിനെതിരെ ഇവരെ ആന്റി നാഷണൽസ് എന്ന് വിളിക്കരുത്. ഇവർ, അതായത് ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, പാട്രിയോട്ട് ഈസ് എ പേഴ്സൺ who can defend his country against his government. ഒരു യഥാർത്ഥ രാജ്യസ്നേഹി തന്റെ രാജ്യത്തിന് വേണ്ടി ഗവൺമെന്റിനെതിരെ പോരാടുന്നവനാണ് എന്നാണ് പറയാറുള്ളത്. അതേപോലെ ഒരുപാട് യുവത്വം മുമ്പോട്ട് വരികയാണ്. അവരെ അഭിനന്ദിച്ചേ മതിയാവും.